സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. എല്ലാ കണ്ണുകളും ഗാസയിലേക്ക് തിരിയുകയാണ്. ഈ വരുന്ന ശനിയാഴ്ച ഗാസയിൽ എന്ത് സംഭവിക്കും എന്നതിനെ സംബന്ധിച്ച് വലിയ ആശങ്കയാണ് എല്ലാവരിലും നിലനിൽക്കുന്നത്. ഗാസയിലെ വെടിനിർത്തൽ പൊളിയാനുള്ള ഒരുപാട് സാധ്യതകൾ തെളിഞ്ഞു വന്നിരിക്കുകയാണ്. പ്രശ്നങ്ങൾ തുടങ്ങുന്നത് കഴിഞ്ഞ തവണത്തെ 3 ബന്ദികളുടെ റിലീസുമായി ബന്ധപ്പെട്ടാണ്. ആ ബന്ദികൾ മരണതുല്യരായി അസ്ഥിപഞ്ജരങ്ങളായി തിരിച്ചെത്തിയത് ലോകത്തെ മുഴുവൻ പ്രകോപിപ്പിച്ചു, പ്രത്യേകിച്ചും ഇസ്രായേൽ. സ്വാഭാവികമായും ട്രംപിൻ്റെ പ്രതികരണവും വളരെ ഹാർഷായിട്ടുള്ള പ്രതികരണമായിരുന്നു. അതിനു മുൻപ് തന്നെ ട്രംപ് ഗാസ ഏറ്റെടുക്കും മുതലായ പ്രതികരണങ്ങൾ നടത്തിയിരുന്നു. അതിൻ്റെ പിന്നാലെ ഈ ഒരു സംഗതി വന്നപ്പോൾ ട്രംപിൻ്റെ പ്രതികരണം റാൻ ഔട്ട് ഓഫ് പേഷ്യൻസ് എന്നായിരുന്നു. നെതന്യാഹു ഈസ് ഔട്ട്റേജ്ഡ് എന്നായിരുന്നു റിപ്പോർട്ട്. അപ്പം ആ ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് ഹമാസ് പറഞ്ഞു ബന്ദി കൈമാറ്റം തൽക്കാലം തങ്ങൾ നിർത്തിവെക്കുകയാണ്. ഇതിൻ്റെ എന്തുകൊണ്ട് ഹമാസ് അങ്ങനെ പറഞ്ഞു എന്നതിനെ സംബന്ധിച്ച് സൂചനകളില്ല. ഒരുപക്ഷെ അവരുടെ കയ്യിലെ ബന്ദികൾ അവസാനം അവർ ജീവിപ്പിച്ചു കൊണ്ടുവന്ന ആളുകളാവാൻ സാധ്യതയുണ്ട്. ഇനി ബാക്കിയുള്ളതൊക്കെ തീർന്നു പോയതാവാം, അവരുടെ കയ്യിൽ നഷ്ടപ്പെട്ടു പോയതാവാം. ഇപ്പം ഈ 3 പേര് അവർ നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നുവെന്നും അവരെ ഏതാനും ആഴ്ചകൾ ഭക്ഷണം കൊടുത്തും ഗ്ലൂക്കോസ് ഇഞ്ചെക്ട് ചെയ്തൊക്കെയാണ് അവരെ നിൽക്കാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് എത്തിച്ചതെന്നുമൊക്കെ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അപ്പം അങ്ങനെ ഗ്ലൂക്കോസ് ഇഞ്ചെക്ട് ചെയ്തിട്ടും ഭക്ഷണം കൊടുത്തിട്ടും ഒന്നും നിവർന്നു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ബാക്കിയുള്ള ബന്ദികളെന്ന് വേണം വിചാരിക്കണം. അതുകൊണ്ടായിരിക്കാം അവർ ബന്ദി കൈമാറ്റം ഈ ആഴ്ച അവർ 3 പേരെയായിരുന്നു ശനിയാഴ്ച അവർ നൽകേണ്ടിയിരുന്നത്. അപ്പോൾ അവർ സസ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞു. സസ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞതിൻ്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ട്രംപിൻ്റെ പ്രതികരണം ഈ ശനിയാഴ്ചക്കുള്ളിൽ മുഴുവൻ ബന്ദികളെയും 77 ബന്ദികളാണ് എനിക്ക് കൊടുക്കാൻ ബാക്കിയുള്ളത്, മുഴുവൻ ബന്ദികളെയും കൊടുത്തില്ലെങ്കിൽ താൻ പറഞ്ഞതുപോലെ ഗാസയെ നരകമാക്കി മാറ്റും എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. പുറകെ ഇസ്രായേലിൻ്റെ വാർ ക്യാബിനറ്റ് ഈ വിഷയം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തു. അതിനുശേഷം പുറത്തു വന്ന നെതന്യാഹു പറഞ്ഞത് ഞങ്ങളുടെ ബന്ദികളെ തിരിച്ചു തരണം എന്നാണ്. ഞങ്ങളുടെ ബന്ദികളെ തിരിച്ചു തരണം. ശനിയാഴ്ച ഉച്ചയോടെ ഞങ്ങളുടെ ബന്ദികളെ തിരിച്ചു നൽകിയില്ലെങ്കിൽ യുദ്ധം പുനരാരംഭിക്കും. IDF-നോട്, ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിനോട് ഗാസയുടെ ഉള്ളിലും ചുറ്റുവട്ടത്തിലും ഡിപ്ലോയിഡ് ആവാൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. യുദ്ധത്തിന് റെഡി ആയിക്കൊള്ളൂ. ഗാസയുടെ ഉള്ളിലും ചുറ്റുവട്ടത്തിലും സൈന്യങ്ങൾ പരക്കുക, എല്ലായിടത്തേക്കും യുദ്ധം ചെയ്യാൻ നേരത്തെ എവിടെ നിന്നാണോ പിൻവാങ്ങിയത് ആ പിൻവാങ്ങിയ മേഖലകളിലേക്കൊക്കെ സൈന്യം കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പോൾ മാത്രമല്ല, ഇപ്പം സൈന്യത്തിന് ഡിസ്പ്ലേ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. കാരണം ഹമാസ് ഇപ്പോൾ യുദ്ധസജ്ജമല്ല. നേരത്തെ പോലെ ഇസ്രായേൽ ഒരു വാർ പ്രിപ്പറേഷന് ശേഷമല്ല അങ്ങോട്ട് പ്രവേശിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഹമാസ് തീരെ വാർ പ്രിപ്പയർഡ് അല്ല. അതുകൊണ്ട് തന്നെ ആ പ്രദേശങ്ങൾ മൈൻ ചെയ്യുക, അല്ലെങ്കിൽ ഗറില്ല ഓപ്പറേഷന് വേണ്ടി ഓരോ സ്ഥലങ്ങൾ ഒളിച്ചിരിക്കുക, ഈ കാര്യങ്ങളൊന്നും അവർക്ക് ചെയ്യാനുള്ള സാവകാശം കിട്ടുന്നില്ല. അപ്പോൾ വളരെ പെട്ടെന്ന് ഇസ്രായേൽ സേന ഗാസയിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ ഇൻ ആൻഡ് അറൗണ്ട് ഗാസ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഗാസയുടെ ഉള്ളിലും ചുറ്റുവട്ടത്തിലും IDF-നോട് പൊതിയാനായിട്ട് അല്ലെങ്കിൽ അറേഞ്ച് ചെയ്യുവാനായിട്ട് അണിനിരക്കുവാനായിട്ട് ഉത്തരവിട്ടിട്ടുണ്ട് എന്നാണ് നെതന്യാഹു പറഞ്ഞത്. ഇപ്പം നെതന്യാഹു പക്ഷേ ഒരു കാര്യം, അതായത് ഈ ശനിയാഴ്ച ഇവർ കൊടുക്കേണ്ടത് 3 ബന്ദികളെയായിരുന്നു. 3 ബന്ദികളുടെ പേരും പറഞ്ഞിട്ടുണ്ട്. ആ പേര് പറഞ്ഞ ബന്ദികളെ മാത്രം നൽകിയാൽ മതിയോ, അതോ ഈ പറയുന്ന 77 ബന്ദികളെയും നൽകണമോ, അതല്ല ഈ കരാറിൽ ഇനി നൽകാനുള്ള 16 ബന്ദികളെ നൽകണമോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് അദ്ദേഹം ആ എണ്ണത്തെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. 33 ബന്ദികളെയാണ് ഈ 7 ആഴ്ച കൊണ്ട് റിലീസ് ചെയ്യുന്നത്. 7 ആഴ്ച എന്നുള്ളത് മാർച്ച് 3 തീരാണ്. അപ്പോൾ അതിൽ 17 ബന്ദികളെയാണ് ഓൾറെഡി ഇവർ റിലീസ് ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ 5 കൊറിയൻസിനെയും റിലീസ് ചെയ്തു. 5 കൊറിയൻസ് ആ നമ്പറിൽ പെടുന്നില്ല. 33 എന്നുള്ള നമ്പറിൽ 5 കൊറിയൻസ് പെടുന്നില്ല. അപ്പോൾ ഇനി 16 ഇസ്രായേലികളെ കൂടി തരാനുണ്ട്. ഈ 16 ഇസ്രായേലികളിൽ 8 പേര് മരിച്ചതാണെന്ന് ഓൾറെഡി തന്നെ IDF ട്രേസ് ചെയ്തിട്ടുണ്ട്. അപ്പം ബാക്കിയുള്ളതാണ് ജീവനോടെ ഉണ്ട് എന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നത്. അപ്പോൾ അതിൽ നിന്നുള്ള ഈ ജീവനോടെ ഉണ്ട് എന്ന് പ്രതീക്ഷിച്ചിരുന്ന ആളുകളിൽ ഒരു 3 പേരെ കഴിഞ്ഞ തവണ കിട്ടിയപ്പോഴാണ് ഇവർ അസ്ഥികൂടത്തിന് ഒരു നൈറ്റ് പോലെ തോലുകൊണ്ട് തുന്നിയിട്ടതുപോലത്തെ രൂപത്തിലാണ് ഇവർ വന്നത്. അപ്പോൾ അത് വളരെ ലോകം മുഴുവൻ വളരെ വേദനയോടെ കണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ അത് ഹമാസിനെതിരെ വലിയ പ്രതികരണങ്ങൾ ലോകത്തെല്ലായിടത്തുനിന്നും ഉണ്ടാവുകയും അതിൻ്റെ ബാക്കി ഭാഗമായിട്ട് ഹമാസിനെ സംബന്ധിച്ച് ഇനിയും കൊടുത്തു കഴിഞ്ഞാൽ ഇതിനെക്കഴിഞ്ഞും വികൃതമായ രൂപങ്ങളാണ് പുറത്തേക്ക് വരുന്നതെന്ന് അറിയാവുന്നത് കൊണ്ടായിരിക്കാം അവരൊരു പക്ഷേ ബന്ദി നാടകം അല്ലെങ്കിൽ ഈ ബന്ദി എക്സ്ചേഞ്ച് തൽക്കാലത്തേക്ക് നിർത്തിവെക്കുമെന്ന് പറഞ്ഞു. എന്തായാലും ഇത് വളരെ പ്രകോപനത്തോടെയാണ്. അപ്പോൾ ഈ ഉച്ചയോടുകൂടി ബന്ദികളെ കൈമാറ്റം ചെയ്തില്ലെങ്കിൽ അതിന് നമ്പർ നെതന്യാഹു പറഞ്ഞിട്ടില്ല. ഈ ആഴ്ച കൊടുക്കാമെന്നേറ്റ 3 പേരാണോ, അല്ല ഇനി ഈ പറഞ്ഞ ലോട്ടിൽ ഈ 7 ആഴ്ചക്കുള്ളിൽ കൊടുക്കേണ്ട ബാക്കി 16 പേരാണോ, അല്ല മൊത്തം ബന്ദികൾ 77 പേരാണോ? ഈ ബന്ദികളെ കൊടുക്കണം. ഞങ്ങളുടെ ബന്ദികളെ തന്നില്ലെങ്കിൽ ഈ ശനിയാഴ്ച ഉച്ചയോടെ തന്നില്ലെങ്കിൽ ഉച്ച കഴിഞ്ഞ് യുദ്ധം എന്നാണ് നെതന്യാഹു പറഞ്ഞിട്ടുള്ളത്. ട്രംപ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് 77 പേരെ കിട്ടിയില്ലെങ്കിൽ യുദ്ധം പുനരാരംഭിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇവരുടെ ഈ ഹമാസിൻ്റെ ഒരു സ്പോക്സ് പേഴ്സൺ
ഇതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പേര് ബാസിം നയീം എന്നാണ്. ഹമാസിൻ്റെ ഒഫീഷ്യൽ സ്പോക്സ്മാനാണ്, സീനിയർ ഒഫീഷ്യൽ എന്നൊക്കെയാണ് വിശേഷിപ്പിക്കുന്നത്. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഇവരുടെ ഈ ഒഫീഷ്യൽസ് ഒക്കെ പറയുന്നതൊക്കെ മദ്രസാ വിദ്യാഭ്യാസം മാത്രമുള്ള പല പ്രമുഖന്മാരാണ്. ആ കൂട്ടത്തിൽപ്പെടുന്ന ഒരാൾ തന്നെയാണ് അദ്ദേഹവും. ബസീം നയീം എന്ന് പറയുന്ന അദ്ദേഹം BBC-യോട് പറഞ്ഞത് US-ൻ്റെയും ഖത്തറിൻ്റെയും ഈജിപ്തിൻ്റെയും മീഡിയേറ്റേഴ്സിന് ഞങ്ങളെ സമീപിക്കാം എന്നാണ് പറയുന്നത്. ഇത്തരം കാര്യങ്ങൾ സംസാരിച്ച് മുന്നോട്ട് കൊണ്ടുവരാം. അപ്പോൾ അവർ പറയുന്നത് ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചു, അവരുടെ പുനരധിവാസ പ്രക്രിയകൾ അല്ലെങ്കിൽ ആളുകൾക്ക് അങ്ങോട്ട് പ്രവേശിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നില്ല, ആളുകൾക്ക് ആവശ്യമുള്ള സാധനങ്ങളുമായി വരുന്ന ട്രക്കുകളെ കടത്തിവിടുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തതുകൊണ്ടാണ് ഞങ്ങൾ ബന്ദികളെ കൈമാറ്റം ചെയ്യുന്നത്, തൽക്കാലം സസ്പെൻഡ് ചെയ്തതെന്ന് പറഞ്ഞത് എന്നാണ് ഈ ബസീം നയീം എന്ന് പറയുന്ന ആൾ വിശേഷിപ്പിക്കുന്നത്. പക്ഷേ ഇസ്രായേലും അമേരിക്കയും ആ ഒരു നിലയിലല്ല, ഞങ്ങൾ വെടിനിർത്തൽ കരാറിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും ലംഘിച്ചിട്ടില്ല. വർത്തമാനങ്ങളൊക്കെ വേറെ വഴിക്ക് നടക്കുന്നുണ്ട്, ഗാസ ഏറ്റെടുക്കുമെന്ന് പറയുന്നുണ്ട്, ഇതൊന്നും വെടിനിർത്തൽ കരാറിൻ്റെ ഭാഗമല്ല, അതൊക്കെ വേറെ വിഷയങ്ങളാണ്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊന്നും അതിനെയും ഇതിനെയും കൂടി കൂട്ടിക്കെട്ടാനാവില്ല എന്നൊരു നയത്തിലാണ് US-ഉം ഇസ്രായേലും ഉള്ളത്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഈ പറയുന്ന ഗാസയിൽ നിന്ന് ഒഴിഞ്ഞു പോകണം എന്നൊക്കെ പറയുമ്പോൾ ആ ഗാസ നിവാസികളെ സംബന്ധിച്ച് വലിയ ഭയമുണ്ടാകുന്നുണ്ട്. ഇപ്പോൾ BBC-യുടെ റിപ്പോർട്ടേഴ്സ് ഗാസ നിവാസികളുമായിട്ടുള്ള ഇൻ്റർവ്യൂവിലൊക്കെ അവർ പറയുന്നുണ്ട് ആളുകൾ അങ്ങേയറ്റം ഭയചകിതരാണ്. കാരണം അവരെ സംബന്ധിച്ച് അവർ അങ്ങേയറ്റം ഡിസ്പ്ലേസ്ഡ് ആയിപ്പോയ ഒരു കൂട്ടരാണ്. 1948 UN നേതൃത്വത്തിൽ ഈ പാലസ്തീന പ്രദേശത്തെ രണ്ടായി വിഭജിച്ച് അതിൻ്റെ ഒരു ഭാഗം യൂതന്മാർക്കും മറുഭാഗം വേറൊരു ഭാഗം അന്ന് പാലസ്തീനിൽ അധിവസിച്ചിരുന്ന അറബികൾക്കും ആയി വീതം വെച്ച് കൊടുക്കുമ്പോൾ ഈ 48 അറബികളതൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറില്ല. അവർക്കതിൻ്റെ കോൺസിക്വൻസുകളെ കുറിച്ച് യാതൊരു ബോധം ഉണ്ടായിരുന്നില്ല. കാരണം ലീഡർഷിപ്പുള്ള നേതൃത്വം അവർക്കുണ്ടായിരുന്നില്ല. ഈ അറബിൻ്റെ ചുറ്റും ഉണ്ടായിരുന്ന ജോർദാനാവട്ടെ, ഈജിപ്ത് ആവട്ടെ, ലെബനോൺ ആവട്ടെ, ഇവരൊക്കെ ഇതിൻ്റെ കുറേശ്ശെ ഭൂമികൾ വീതിച്ചെടുക്കാമെന്ന് വിചാരിച്ച് നോക്കിയിരുന്ന കഴുകന്മാരാണ്. അവർ ഈ ജനതയെ ഒരു തരത്തിലും നയിക്കാൻ തയ്യാറായിരുന്നില്ല. അപ്പോൾ അത് നേരെ മറിച്ച് സയനിസ്റ്റുകൾ അങ്ങേയറ്റം ഓർഗനൈസ്ഡ് ആയിരുന്നു. അപ്പോൾ ഈ വീതം വെപ്പ് കഴിഞ്ഞ് യൂണിലാറ്ററലായിട്ട് ഇസ്രായേൽ അവരുടെ ലാൻഡ് പ്രഖ്യാപിക്കുകയാണ്. ഞങ്ങളുടെ രാജ്യം എന്ന് പറഞ്ഞ് യൂണിലാറ്ററലായിട്ട് ഇസ്രായേൽ അവർക്ക് കിട്ടിയ രാജ്യം അവരുടെ രാജ്യമായിട്ട് പ്രഖ്യാപിച്ചു. ആ സമയത്ത് പാലസ്തീനികൾ അവരുടെ രാജ്യം പ്രഖ്യാപിച്ചാൽ മതിയായിരുന്നു, അതവർ ചെയ്തില്ല. കാരണം ചെയ്യാൻ അവർക്കൊരു കമ്പൈനായിട്ട് നേതൃത്വം ഉണ്ടായിരുന്നില്ല. അറബ് രാജ്യങ്ങൾ എങ്ങനെയെങ്കിലും ഇത് മൊത്തം കിട്ടി വീതിച്ചെടുക്കാമെന്നുള്ളൊരു ചിന്തയിൽ വന്നു. ജൂതന്മാരെ അവിടെ നിന്ന് ഓടിക്കാം, കാരണം പ്രവാചകനെ കൊന്നവരാണ് ജൂതന്മാരെന്നാണ് ഇവരുടെ വിശ്വാസം. അപ്പോൾ അതുകൊണ്ട് ജൂതന്മാരെ അവിടെ നിന്ന് ഉന്മൂലനം ചെയ്ത് ഈ രാജ്യം അങ്ങോട്ട് വീതിച്ചെടുക്കാമെന്നാണ് ചുറ്റുമുള്ള അറബികൾ വിചാരിച്ചിരുന്നത്. പക്ഷേ ഈ നേതൃത്വം ഇല്ലാതിരുന്ന പാലസ്തീനികളെ വളരെ പെട്ടെന്ന് ജൂതന്മാർക്ക് നേരിടാൻ സാധിച്ചു. അപ്പോൾ 48 ഇസ്രായേലികൾ രാജ്യം പ്രഖ്യാപിക്കുകയും സമീപത്തുണ്ടായിരുന്ന ഈജിപ്ത്, ലെബനോൺ, സിറിയ, ജോർദാൻ ഈ രാജ്യങ്ങളിൽ ഇസ്രായേലിലേക്ക് പട്ടാളത്തെ അയച്ച് യുദ്ധം ചെയ്യുകയും ചെയ്തപ്പോൾ യൂതന്മാർ തിരിച്ച് യുദ്ധം ചെയ്തു. അവർ യുദ്ധം ചെയ്തപ്പോൾ അവർ വളരെ കെയർഫുള്ളായിട്ടാണ് യുദ്ധം ചെയ്തത്. അവർക്ക് കിട്ടിയ രാജ്യത്തിൻ്റെ ബൗണ്ടറിക്കുള്ളിൽ നിന്ന് മുഴുവൻ അവിടെ താമസം ഉണ്ടായിരുന്ന അറബികളെ മുഴുവൻ അവർ ചവിട്ടി പുറത്താക്കി. അവരെ മുഴുവൻ ചവിട്ടി പുറത്താക്കുകയും കുറേ റീജിയണും കൂടി പിടിച്ചെടുക്കുകയും ചെയ്യാനുണ്ടായിട്ടുള്ളത്. അപ്പോൾ ഏകദേശം 75%, 72% ലാൻഡ് വാസ്തവത്തിൽ അവർക്ക് വീതം വെച്ച് കൊടുത്ത 55% മാത്രമാണ്. ആ 55% കൂടാതെ കുറേ ലാൻഡ് കൂടി പിടിച്ചെടുത്ത മൊത്തം 72% അവർ കൈവശപ്പെടുത്തുകയും ആ 72% പ്രദേശത്ത് താമസിക്കുന്ന അറബികളെ മുഴുവൻ ചവിട്ടി പുറത്താക്കുകയും ചെയ്തു. അങ്ങനെ ചവിട്ടി പുറത്താക്കി അവർ എന്താ പറയുക, അവരുടെ ജനിച്ച സ്ഥലത്ത് അവർ പറഞ്ഞുപോയി. അപ്പോൾ അവർ ഇസ്രായേലിൻ്റെ പലസ്തീന ലാൻഡിൽ തന്നെ റിമെയിൻ ചെയ്തെങ്കിലും അവർ ജനിച്ച സ്ഥലത്തുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ഗാസയിൽ ഇപ്പോഴുള്ള ആളുകളുടെ 3/4 ഭാഗവും, അത് 23 ലക്ഷത്തിൻ്റെ 4/3 അഭയാർത്ഥികളാണ്. അവർ രാജ്യത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് ചവിട്ടി പുറത്താക്കപ്പെട്ടവരാണ്. അങ്ങനെ ചവിട്ടി പുറത്താക്കി ഗാസയിലെത്തിയവരാണ്. ഇപ്പോൾ ഇവിടെയുള്ള ഈ 23 ലക്ഷത്തിനകത്ത് ഗാസ നിവാസികൾ എന്ന് പറയാൻ അതിൻ്റെ 1/4 മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളത് വേറെയുള്ള ഭാഗങ്ങൾ, വേറെ പാലസ്തീന പ്രദേശങ്ങൾ ഇപ്പോൾ ഇസ്രായേലിൻ്റെ കയ്യിലുള്ള ഇസ്രായേൽ രാജ്യത്ത് നിന്ന് ചവിട്ടി പുറത്താക്കപ്പെട്ടവരാണ്. കൂടാതെ വെസ്റ്റ് ബാങ്കിലുള്ള 9 ലക്ഷം ആളുകളും ഇതുപോലെ തന്നെ മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് ചവിട്ടി പുറത്താക്കപ്പെട്ടവരാണ്. വെസ്റ്റ് ബാങ്കിലുള്ളവരും അവരും അഭയാർത്ഥികൾ തന്നെയാണ്. കാരണം അവർ ആ രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് ചവിട്ടി പുറത്താക്കപ്പെട്ടവരാണ്. ഏകദേശം 34 ലക്ഷം ആളുകൾ ഇതുപോലെ പുറത്താക്കപ്പെട്ടവർ, അത് ഗാസയിൽ നിന്ന് അന്ന് പുറത്താക്കപ്പെട്ടവരുണ്ട്, വെസ്റ്റ് ബാങ്കിൽ നിന്നും അന്ന് ഓടിപ്പോയവരുണ്ട്. അങ്ങനെ ഓടിപ്പോയ 3.4 മില്യൺ, അതായത് 34 ലക്ഷം ആളുകൾ ജോർദാനിലും സിറിയയിലും ലെബനോണിലുമായിട്ട് ജീവിക്കുന്നുണ്ട്. ഇതുകൂടാതെ 1 മില്യണോളം ആളുകൾ ഈജിപ്തിലും ടർക്കിയിലും മറ്റ് വിവിധ ലോകരാജ്യങ്ങളുമായിട്ട് ജീവിക്കുന്നുണ്ട്. ഇതാണ് ഇവരുടെ അവസ്ഥ. അപ്പോൾ ഇവർ ഓൾറെഡി ഈ ഗാസയിലുള്ള ആളുകൾ, അതിൽ 3/4 ആളുകളും ഓൾറെഡി അഭയാർത്ഥികൾ തന്നെയാണ്. അതിൽ 4/1 ആളുകൾ മാത്രമാണ് ഗാസയിൽ ജീവിച്ചിരുന്ന ആളുകൾ. ഞാൻ ഇൻഫർമേഷന് വേണ്ടി പറഞ്ഞു എന്ന് മാത്രം.
അതിനിടയിലൂടെ ഈജിപ്ത് പറയുന്നുണ്ട്, ഈ ട്രംപിൻ്റെ പ്ലാൻ ഉണ്ടല്ലോ, അതായത് ഇവിടുന്ന് പലസ്തീനുകൾ മൊത്തം ഒഴിഞ്ഞു പോകണം, എന്നിട്ട് ഇതിനെ റിവർ ഓഫ് മിഡിൽ ഈസ്റ്റ് ആക്കുന്ന ഒരു പ്ലാനൊക്കെ കേട്ടുകൊണ്ട് ഈജിപ്ത് ഇപ്പം കഴിഞ്ഞ ദിവസം ഈജിപ്തിൻ്റെ വിദേശകാര്യ വകുപ്പ് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളൊരു പ്ലാൻ പറയാം, ഗാസ നിവാസികൾ അവിടുന്ന് പുറത്താക്കാതെ തന്നെ ഗാസയുടെ ഡെവലപ്മെൻറ്റ് നടത്താനൊരു പ്ലാൻ പറയാം എന്ന ഒരു വാക്ക് അത് അവിടുന്ന് വരുന്നുണ്ട്. അതുകൂടാതെ കിങ് അബ്ദുള്ള, ജോർദാനിലെ കിങ് അബ്ദുള്ള ട്രംപിനെ വാഷിങ്ടണിൽ പോയി കണ്ടിട്ടുണ്ട്, അവർ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ ഒന്നിച്ചൊരു പത്രസമ്മേളനം നടത്തിയിട്ടുണ്ടായി. പത്രസമ്മേളനത്തിൽ വെച്ച് ട്രംപ് വീണ്ടും കിങ് അബ്ദുള്ള സാന്നിധ്യത്തിൽ തന്നെ ഗാസ നിവാസികൾ അവിടുന്ന് ഒഴിഞ്ഞു പോകണമെന്നും അവരെ ജോർദാനും ഈജിപ്തും സ്വീകരിക്കണമെന്നും അതിനാവശ്യമായ എല്ലാ ധനസഹായവും കാര്യങ്ങളും അമേരിക്ക നൽകുമെന്നും അവിടുന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി. കിങ് അബ്ദുള്ള അവിടെ വാടിയിരുന്നതേ ഉള്ളൂ. അദ്ദേഹം അതിനെക്കുറിച്ചൊന്നും പ്രതികരിച്ചില്ല. പത്രക്കാർ കുത്തി ചോദിച്ചു, എന്താണ് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ പ്രതികരണം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഈജിപ്ത് എന്തോ ഒരു പ്ലാൻ ഉണ്ടാക്കുന്നുണ്ട്, അത് പുറത്തു വരട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കൂടുതലായിട്ടൊന്നും അദ്ദേഹം പറയുണ്ടായിട്ടില്ല. അപ്പോൾ ഇതാണിപ്പോൾ അവിടെയുള്ള സ്റ്റാറ്റസ് കോ എന്ന് പറയുന്നത്. പക്ഷേ വാസ്തവത്തിൽ ഇതിൻ്റെ പുറകിൽ വേറെ ചില കാര്യങ്ങൾ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. അതിലൊന്ന്, ഈ ഹമാസിൻ്റെ ഇപ്പോഴത്തെ നേതാക്കന്മാർ, ഇവരുടെ എല്ലാം പേരെന്ന് കേട്ടു വന്നത് നല്ലതാണ്. മിക്കവാറും ഈ പേരുകൾ നമ്മൾ വീണ്ടും അടുത്ത കാലത്ത് വളരെ മുഴുപ്പിൽ കാണും. അപ്പം ഈ ഹമാസിൻ്റെ പ്രധാനപ്പെട്ട ആക്ടിംഗ് ലീഡറായിട്ടുള്ള ഖലീൽ അൽ ഖയ്യ ആക്ടിംഗ് ലീഡർ അദ്ദേഹമാണ്. കൂടാതെ ഹെഡ് ഓഫ് ദ ഹമാസ് ലീഡർഷിപ്പ് കൗൺസിൽ മുഹമ്മദ് ഡാർവിഷ്, അതുപോലെ ഹമാസ് ലീഡർഷിപ്പ് കൗൺസിലിലെ ഒരു മെമ്പർ നിസാർ അബദല്ല, ഈ 3 ആളുകൾ കഴിഞ്ഞ ശനിയാഴ്ച ഖമനേയിയെ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഫോട്ടോയും ഒക്കെ ഇറാനിയൻ TV-യിൽ വന്നിട്ടുണ്ട്. ടെഹ്റാനിലാണ് മീറ്റിംഗ് നടന്നതായിട്ട് പറയപ്പെടുന്നത്. ഇപ്പം ഖമേനിയായിട്ടുള്ള പരിപാടിയൊന്നും പൊതുസ്ഥലത്തോ അല്ലെങ്കിൽ പബ്ലിക്കായിട്ടുള്ള ഏരിയയിലോ നടക്കില്ല, എല്ലാം ബങ്കറിൻ്റെ ഉള്ളിൽ വെച്ചിട്ടേ നടക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ ന്യൂസുകളായിട്ട് ഇറാൻ്റെ ഔദ്യോഗിക TV പുറത്തുവിട്ട ഫോട്ടോഗ്രാഫ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് അവർ പറഞ്ഞിട്ടുള്ളത്, പ്രസിഡന്റ് റിപ്പോർട്ട് ഖമനേയി ഓൺ കറണ്ട് സിറ്റുവേഷൻ, ദ വിക്ടറീസ് ആൻഡ് സക്സസ് ദാറ്റ് വർ അച്ചീവ്ഡ്. അവർ ഖമനേയിക്ക് ഇപ്പോൾ നടക്കുന്ന സംഗതിയെക്കുറിച്ച് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. കൂടാതെ അവിടെ നേടിയെടുത്ത വൻ വിജയങ്ങളെക്കുറിച്ച്, അതായത് ഹമാസ് ഗാസയിൽ നേടിയെടുത്ത വൻ വിജയങ്ങളെക്കുറിച്ചുള്ളൊരു വിവരണവും നൽകിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് അത്ഭുതമായി തോന്നുന്നു. അവരവിടെ വലിയ അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാക്കിയെന്നാണ് പറഞ്ഞത്. ഏകദേശം 62,000 ആളുകൾ മരിക്കുകയും 1,25,000 പേർക്ക് മുറിവേൽക്കുകയും ചെയ്തതാണ് അവരുടെ അച്ചീവ്മെൻ്റ് അവിടുത്തത്. സിൻവാർ അടക്കമുള്ള മുഴുവൻ ആൾക്കാർക്കും ഇപ്പോൾ തല കാണാനില്ല, തലയൊക്കെ പോയി. ഖാനിയായിട്ട് സിൽവായിട്ട് ഒന്നും തലയില്ല. സിൻവാറിൻ്റെ ഡെഡ് ബോഡി പോലും തിരിച്ചു കിട്ടിയിട്ടില്ല. അത് ഇസ്രായേൽ എവിടെ കൊണ്ട് പൂഴ്ത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇവരുടെ അച്ചീവ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. സക്സസ് ഇതാണ്, ഇതിനെയൊക്കെ ഇവർ സക്സസ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഇവർ ഈ ഹയ്യ എന്ന് പറയുന്ന ആൾ, ഈ ആക്ടിംഗ് ലീഡർ പറഞ്ഞത്, വി കം ടു മീറ്റ് വിത്ത് യു ടുഡേ വിത്ത് പ്രൈഡ് എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. ഖമനേയിയോട് പറഞ്ഞു, വി കം ടു മീറ്റ് വിത്ത് യു ടുഡേ വിത്ത് പ്രൈഡ്, ഞങ്ങൾ അഭിമാനത്തോടെ നിങ്ങളെ കാണാൻ വന്നിരിക്കുന്നു എന്നാണ്. അപ്പം ഇതിൻ്റെ ഒരു ബാക്ക്ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ, ഇവർ ഇവിടുന്ന് ഒഴിഞ്ഞു പോകാൻ ഈ ഹമാസ് എന്ന സാധനം ഒരു തരത്തിലും കീഴടങ്ങാൻ തയ്യാറല്ല. അവർ എല്ലാ പരാജയങ്ങളെയും വിജയങ്ങളായി ചിത്രീകരിക്കുകയും ഇനിയും അവിടെ ഒരു ചൊറിയായി നിലനിൽക്കാൻ ഉദ്ദേശിക്കുകയും ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒന്നാമത്തെ തെളിവാണ്. 2, ഇവർക്ക് വേണ്ടി ഇവിടെ മീഡിയേഷന് വരുന്ന ഈജിപ്തിനോ ഖത്തറിനോ ഒന്നും ഇവരുടെ മേലെ യാതൊരു നിയന്ത്രണവുമില്ല എന്നുള്ളതിന് ഒന്നാമത്തെ തെളിവാണ് ഇവർ റിപ്പോർട്ടുമായി ഖമനേയിയെ സമീപിച്ചു എന്നുള്ളത്. ഇവർ ഖമനേയിയുടെ ഡയറക്റ്റ് റിക്രൂട്ട്സാണ്, ഇറാന്റെ ഡയറക്റ്റ് റിക്രൂട്ടേഴ്സാണ്. ഇറാൻ എന്ന രാജ്യം അവിടെ ഉള്ളിടത്തോളം കാലം ഹമാസ് ഇവിടുന്ന് ഒഴിഞ്ഞു പോകില്ല. കാരണം ഇറാന്റെ കൈയാണിത്, ഇറാന്റെ മാത്രം കൈയാണിത്. ഇവർക്ക് പാലസ്തീൻ ജനതയോട് യാതൊരു താല്പര്യവുമില്ല. ഇവർ ഇറാന്റെ ജൂത നിഗ്രഹത്തിൻ്റെ ഭാഗമായി ഇസ്രായേലിനെതിരെ പ്രവർത്തിക്കാൻ വേണ്ടി ഗാസ താവളമാക്കി പ്രവർത്തിക്കുന്ന ഒരു ഇസ്ലാമിക് ഭീകര സംഘടനയാണ്. അതിനപ്പുറത്തേക്കൊന്നുമില്ല. ഇവർക്ക് ഗാസ പീപ്പിളിൻ്റെ മേലെ യാതൊരു താല്പര്യമില്ല. അന്ന് 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ നിയാസിയുടെ നേതൃത്വത്തിലുള്ള പാകിസ്ഥാൻ പട്ടാളം ഇന്ത്യൻ പട്ടാളത്തിന് മുമ്പിൽ സാഷ്ടാംഗം വീണ ആയുധം വെച്ച് കരഞ്ഞ് കീഴടങ്ങിയതുപോലെ ഹമാസ് കീഴടങ്ങാതെ ഇസ്രായേലോ US അടങ്ങുകയില്ല. ഇവർ ഗാസ നിവാസികൾ അവിടെ നിന്ന് പോകണം എന്ന് പറയുമ്പോൾ അവരുദ്ദേശിക്കുന്നത് ഹമാസിനെ ഇതിനകത്ത് നിന്ന് മാറ്റണമെന്നാണ്. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് മെക്സിക്കോയോടും അതുപോലെ കാനഡയോടും അവരുടെ സ്ഥലത്ത് നിന്ന് ഇറക്കുന്ന സാധനങ്ങളുടെ ഇറക്കുമതി തീരുവ 25% കൂട്ടുന്നതായിട്ട് ട്രംപ് പ്രഖ്യാപിച്ചു. വാസ്തവത്തിൽ അതിൻ്റെ പിന്നിലുള്ള കാരണം ഈ 2 രാജ്യങ്ങളുടെ ബോർഡറിൽ നിന്ന് വലിയ തോതിൽ മയക്കുമരുന്ന്, ചൈനീസ് മെയ്ഡായിട്ടുള്ള മയക്കുമരുന്ന് അമേരിക്കയിലേക്ക് കടത്തുന്നുണ്ടായിരുന്നു. ഈ മയക്കുമരുന്നിൻ്റെ കടത്തലിനെ ഈ 2 രാജ്യങ്ങളും ഒരു തരത്തിലും നിയന്ത്രിച്ചിരുന്നില്ല. കാരണം ഈ മയക്കുമരുന്ന് ലോബിയുടെ കൈക്കൂലി വാങ്ങിച്ചിട്ടാണ് ഈ രാജ്യങ്ങളിലെ രാഷ്ട്രീയക്കാർ ജീവിക്കുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ട്രംപ് ഇവരോട് പറഞ്ഞത് 25%. അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഈ 2 രാജ്യങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയാത്ത സാഹചര്യം വന്നപ്പോൾ ഇവർ ഈ മയക്കുമരുന്ന് ലോബിയെ നിയന്ത്രിക്കാൻ തയ്യാറായി. അവർ മയക്കുമരുന്ന് ലോബിയെ നിയന്ത്രിക്കാൻ തയ്യാറായ സമയത്ത് ട്രംപ് പറഞ്ഞു, ഓക്കെ, 1 മാസത്തേക്ക് ഈ ടാക്സ് ഹൈക്ക് സസ്പെൻഡ് ചെയ്യാം.
പനാമയിൽ ഇത് തന്നെ സംഭവിച്ചു. പനാമ കനാൽ ഞങ്ങൾ ഇപ്പോൾ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞ ട്രംപ് ഇപ്പോൾ അത് വിടുന്നില്ല. അതിൻ്റെ റീസൺ ഇത്രയേ ഉള്ളൂ, ആ പനാമ കനാലിൽ ആക്റ്റീവ് ആവാൻ പോയിരുന്ന ഹോങ്കോങ് കമ്പനികളെ അവിടുന്ന് ഒഴിവാക്കാൻ പനാമ സർക്കാർ തീരുമാനിച്ചു. അപ്പോൾ ഈ ട്രംപ് പറയുന്ന ഓരോ സംഗതിക്ക് പിന്നിൽ ഓരോ താല്പര്യങ്ങളുണ്ട്. ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഗാസ നിവാസികൾ ഒഴിഞ്ഞു പോകണം എന്ന് പറഞ്ഞാൽ ഹമാസ് അവിടെ തീരണമെന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഇനി ഹമാസ് അവിടെ തീരുന്നില്ലെങ്കിൽ ഗാസ നിവാസികളെ മൊത്തം ഹമാസ് അടക്കം പറിച്ച് കളയും. ദാറ്റ് മീൻസ് ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ ഒരു മരത്തിൻ്റെ മുകളിൽ പിടിച്ച് ഇത്തൽ കണ്ണിയെ മുറിച്ചു നീക്കാൻ മരത്തിൻ്റെ കമ്പ് മുറിക്കുന്നത് പോലെ, മരത്തിൻ്റെ കമ്പ് മുറിക്കുന്ന വേദനാജനകമായ കാര്യമാണ്, എങ്കിൽ പോലെ കമ്പ് മുറിച്ച് നീക്കുന്നത് പോലെ ഗാസയിലെ മുഴുവൻ ആളുകളെയും ഡിസ്പ്ലേസ് ചെയ്യേണ്ടി വന്നാലും ശരി ഹമാസിനെ ഒഴിവാക്കി അടങ്ങുള്ളൂ. ഇതാണ് പറഞ്ഞു വയ്ക്കുന്നത്. ഇവരെ സംബന്ധിച്ച് പലസ്തീൻ നിവാസികളുടെ കാര്യത്തിൽ എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത് ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങുകയാണ് ചെയ്യേണ്ടത്. ആയുധം വെച്ച് കീഴടങ്ങി ഞങ്ങൾ ഭീകരപ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചു എന്ന് ഇസ്രായേലിന് ബോധ്യമാകുന്ന തരത്തിലവർ പ്രഖ്യാപിച്ചാൽ ഇന്ന് ഗാസയിലെ പ്രശ്നം തീരും. പക്ഷെ അവരത് ചെയ്യില്ല. കാരണം അവർ ഒരു കാലത്തും പാലസ്തീനികളുടെ റെപ്രസെൻറ്റേറ്റീവ്സ് അല്ല, അവർ ഇറാൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ആണ്, ഖമനയുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ആണ്. അവർ പ്രവാചകനെ കൊന്ന ജൂതനെ നശിപ്പിക്കാൻ വേണ്ടി വന്നിട്ടുള്ളവരാണ്. അവരെ വെച്ചുകൊണ്ട് ജൂതൻ ഉറങ്ങാനാവില്ല. ഒന്നുകിൽ ഹമാസ് തീരണം, അല്ലെങ്കിൽ ഇസ്രായേൽ തീരണം. രണ്ടിലൊന്ന് തീർന്നേ ഇത് അടങ്ങുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇസ്രായേലും US തീരുമാനിക്കുന്നത് ഞങ്ങൾ തീരാൻ ഉദ്ദേശിക്കുന്നില്ല, നിങ്ങൾ തീർന്നോളൂ, അതുകൊണ്ട് ഗാസയിൽ നിങ്ങൾ പറിച്ചു മാറ്റും. ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഉടനെ യുദ്ധം സ്റ്റാർട്ട് ചെയ്യും എന്നുള്ള രീതിയിൽ, എന്നുള്ള പ്രതീക്ഷയിൽ ഹമാസ് അവരുടെ ടോപ്പ് ലീഡർഷിപ്പിലുള്ള മുഴുവൻ ആളുകളോടും ഫോൺ ഉപയോഗിക്കുന്ന നിർത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. കൂടാതെ ഗാസയിലെ തകർന്നു കിടന്ന ഡബ്രീസിനിടയിൽ നിന്നൊക്കെ നിരവധി തരത്തിലുള്ള ചാരപ്രവർത്തനങ്ങൾക്കുള്ള ഉപകരണങ്ങൾ കണ്ടെത്തുന്നതായി ഹമാസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരുടെ ഈ ഡബ്രിയുടെ ഇടയിലൊക്കെ കൊണ്ടുപോയിട്ട് പലതരത്തിലുള്ള ക്യാമറകളും അതുപോലെ മനുഷ്യൻ്റെ സൗണ്ട് പിടിച്ചെടുത്ത ആളെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന സാധനങ്ങളും ഒക്കെ ഇസ്രായേൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ സാധനങ്ങൾ കണ്ടെടുത്തതായി ഹമാസിൻ്റെ ഏജന്റുമാർ പല സ്ഥലങ്ങളിലും വെളിപ്പെടുത്തുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇസ്രായേൽ ഈ പറഞ്ഞ ഈ വെടിനിർത്തലിൻ്റെ 1 മാസം സമയം കൊണ്ട് ഞാൻ നേരത്തെ പേര് പറഞ്ഞ ആളുകളുടെ എല്ലാം അവരുടെ ഹൈഡ് ഔട്ട്സും കാര്യങ്ങളൊക്കെ ഇസ്രായേൽ മിക്കവാറും ലൊക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഈ പേരുകൾ മിക്കവാറും ഉടനെ തന്നെ നമ്മൾ വീണ്ടും കേൾക്കേണ്ടി വരും. അവർ ഈ പറഞ്ഞ ടീമിനെയൊക്കെ ഹാനിയാനെ തീർത്തതുപോലെ, നാസറോളെ തീർത്തതുപോലെ ഈ ദിവസങ്ങളൊക്കെ ഒമാരൊക്കെ തീരും. അപ്പോൾ അത് ആ പേരുകൾ കേൾക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവരുടെ പേരുകളൊന്നും നല്ലോണം ഓർത്ത് വെച്ചുകൂടാ. അപ്പോൾ ഈ ശനിയാഴ്ച എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് നമ്മൾ മാത്രമല്ല, ലോകം മുഴുവൻ ഭയത്തോടെ നോക്കുന്ന ഒരു സംഗതിയാണ്. കാരണം അവിടുത്തെ ഗാസയിലെ ജനങ്ങൾ ഇനി യുദ്ധം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഭീകരമായ രീതിയിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. കാരണം ഇസ്രായേൽ ഇതിനകത്ത് മുഴുവൻ അങ്ങ് പരക്കും, നേരത്തെ ചെയ്തതുപോലെ അല്ല. അപ്പോൾ അവർ ഇതിനകത്ത് കയറി ഹമാസിൻ്റെ മുഴുവൻ ഹൈഡ് ഔട്ട്സും അവർക്ക് ഇനി ട്രേസ് ചെയ്യാൻ പറ്റും. കാരണം നേരത്തെ ചെയ്തതുപോലത്തെ ഒരു പ്രിപ്പറേഷൻ, അതായത് ഒളിച്ചിരുന്ന് ആക്രമിക്കാനുള്ള സാഹചര്യങ്ങൾ ഹമാസിന് കുറയും. അപ്പോൾ സ്വാഭാവികമായിട്ടും വളരെ ശക്തമായ ഒരു തിരിച്ചടി ഹമാസിന് നേരിടേണ്ടി വരും. സ്വാഭാവികമായും കാഷ്വാലിറ്റീസ് കൂടും. അപ്പോൾ കാഷ്വാലിറ്റീസ് കൂടുന്നത് ഒരിക്കലും രണ്ടു കൂട്ടർക്കും നല്ലതല്ല, ലോകത്തിൽ ഒരിക്കലും നല്ലതല്ല. ആരും യുദ്ധം ആഗ്രഹിക്കുന്നില്ല. അപ്പം ഈ 2-3 തടവുകാരെ കൂടി അല്ലെങ്കിൽ പിടിച്ചു വെച്ചവരെ കൂടി തിരിച്ചു നൽകിക്കൊണ്ട് ഈ യുദ്ധം ഒഴിവാക്കാൻ ഹമാസിന് സാധിക്കുമെങ്കിൽ അത് നല്ല കാര്യമാണ് എന്നാണ് ലോകം പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇറാനെ സംബന്ധിച്ച് യുദ്ധം നിർത്തുന്നത് അവരുടെ ഈ ഡെവിൾസിൻ്റെ, ഈ ചെന്നായ്ക്കളുടെ കൈകൾ അറ്റുപോകാൻ സാധ്യതയുണ്ടെന്ന് അവർ ചിന്തിക്കുന്നു. അതുകൊണ്ട് യുദ്ധം റീസ്റ്റാർട്ട് ചെയ്യാനേ അവരും ശ്രമിക്കുകയുള്ളൂ.